SF ആണായിട്ട് പറയുന്നു. ഇതൊരു സിഗരറ്റ് പോലും വലിക്കാത്തൊരു പയ്യനാണ്. 3 കൊല്ലമായിട്ട് ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്നു. നമ്മൾ ഒരു യൂണിയനകത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ക്യാമ്പസിനകത്തും ഈ ഹോസ്റ്റലിനകത്തുള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അഭിരാജിനെ മുറിയിൽ കൊണ്ടുപോയ സമയത്താണ് ഇത് മുറിയിൽ നിലത്ത് കിടക്കുന്നു എന്ന രീതിയിലാണ് പോലീസ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇതുപോലെ നിലത്ത് കൊണ്ടിട്ടതാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തതാണോ? നിങ്ങളുമായി ബന്ധപ്പെട്ട ഡ്രസ്സോ ബാഗോ അങ്ങനെ എവിടെ നിന്നും അല്ലാതെ കിട്ടിയത്? ഇല്ല, എൻ്റെ ബാഗിൽ നിന്ന് നല്ല ഡ്രസ്സ് മൊത്തം വലിച്ചു വാരി താഴെട്ടേക്കോ. എൻ്റെ റൂം അലങ്കോല. ഞാൻ എല്ലാം മടക്കി ഒതുക്കി വെക്കുന്ന കബോർഡിൽ എല്ലാം മടക്കി ഒതുക്കി വെച്ചാൽ അതെല്ലാം താഴെയും മറ്റിടത്തെല്ലാം വിരിച്ചിട്ടിട്ട് കട്ടിലേലും മൊത്തം സാധനങ്ങൾ എന്നിട്ട് താഴേന്നുള്ള സാധനങ്ങൾ മേലോട്ട് കൊണ്ടുവന്നു. താഴേന്ന് അവൻ്റെ റൂമിൽ നിന്ന് കണ്ടെടുത്ത കുറേ സാധനങ്ങൾ മേലോട്ട് കൊണ്ടുവന്നു. മേലോട്ട് കഞ്ചാവാണോ മേലോട്ട് അത്? അപ്പോൾ അവിടെ കൊണ്ട് ഇട്ടു എന്നാണോ പറഞ്ഞത്? എന്നിട്ട് നിങ്ങളെ പ്രതിയാക്കുമായിരുന്നു, അങ്ങനെ കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പരാതി കൊടുക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രിക്കടക്കം മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് നിയമപരമായി തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, അഭിരാജ് ഏത് ഘട്ടത്തിലാണെങ്കിൽ പോലും അഭിരാജോ ഈ ക്യാമ്പസിനകത്തുള്ള നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏത് SFIക്കാരനും ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഏത് മെഡിക്കൽ ടെസ്റ്റും എടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ്. അഭിരാജിനോട് ഒരു കാര്യം കൂടെ, നീ ഇത് വലിയ കൊമ്പത്താളാണ്, നീ മേലോട്ട് വരാൻ പറഞ്ഞിട്ട് മേലോട്ട് കൊണ്ടുപോയി. അഭിരാജ് പറഞ്ഞില്ലേ ആരോ പരിചയമില്ലാത്ത അത് ആരാണ് മുന്നേ പഠിച്ചോണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആരോ വന്നു പോയെന്ന് പറഞ്ഞില്ലായിരുന്നു? അങ്ങനെ വന്നു പോകുന്നുണ്ട്, കുറെ പേര് വന്നു പോകുന്നുണ്ട്. പരാതി കോളേജിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഇന്നലെ വന്നു പോയിരുന്നു ഈ സംഭവത്തിന് മുന്നേ നമ്മൾ കണ്ടിട്ടില്ല. സാറുമാര് കണ്ടിട്ടുള്ളവർ പറയുന്നുണ്ട്, എന്താ വന്നിരുന്നു പറയുന്നുണ്ട്. ആർട്ടി പറയുന്നുണ്ട്. ആകാശ് KCയുടെ ഭാരവാഹിയാണോ പിടിച്ച ആള്? ആകാശ് എന്റെ കൂട്ട് തന്നെ കോളേജിൽ നല്ലപോലെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആകാശിനും യാതൊരു പ്രശ്നമില്ലാത്ത. അപ്പൊ ഇന്നലെ ഞാനും ആകാശവും ഒരു റൂമിലല്ല, ഞാൻ ആദ്യത്തിന് ഒരു റൂമില്. ആ റൂമിൽ ഞങ്ങൾ 2 പേര്. ഞങ്ങള് പ്രശ്നം നടക്കുന്നത് ഞങ്ങൾ 2 പേര് റൂമിലില്ല. റൂം നമ്മളങ്ങനെ പൂട്ടാറില്ല. ആകാശം ഉണ്ടായിരുന്നു റൂമിൽ ഇത് പിടിച്ചെടുക്കുന്ന സമയത്ത്? ഇല്ല, ആകാശം ഒരു ഡൗട്ട് ഉള്ളത്, അഭിരാജിനായിട്ട് ആദ്യം പോലീസ് പോയത് ആകാശിന്റെ മുറിയിലേക്കായിരുന്നു. ആദ്യമേ എന്നെ കണ്ടിട്ട് ഇവിടുന്ന് സാറ് വന്ന് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചപ്പോ അപ്പൊ ആകാശിന്റെ മുറി പോയപ്പോ ആകാശിന്റെ മുറിയിൽ ഈ മരുന്ന് കഞ്ചാവ് ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് ആകാശും അവിടെ ഉണ്ടായിരുന്നു. ആകാശ് അവിടെ ഇല്ലായിരുന്നു. ആകാശ് പിന്നെ അവർ കൊണ്ടുവന്നത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അഭിരാജിനെ കൊണ്ട് മുകളിൽ അഭിരാജിന്റെ മുറിയിലേക്കാണ് പോയത്. പിന്നെ അഭിരാജ മുറി പോകുമ്പോൾ അവിടെ ഇതുമായിട്ട് പോലീസ് ഉണ്ടായിരുന്നു. അല്ല, ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SFIക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത് അഭിരാജ് പറയുന്നത് പോലെ തന്നെ അഭിരാജ് ഇവിടെ ഹോസ്റ്റലിനകത്തേക്ക് വരികയും പോലീസിനോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അഭിരാജ് പറഞ്ഞു, ഞാൻ ഈ കോളേജിൻ്റെ അകത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ വൈരമുള്ള രീതിക്ക് അഭിരാജിനെ വിളിച്ച് എല്ലാ മുറിയിലും കൊണ്ടുപോയും നീ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റും അടക്കം ഇവിടെ നിൽക്കുന്നുണ്ട്. പോലീസുമായി ഏറ്റവും നല്ല രീതിക്ക് സഹകരിച്ച് മഹസറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് പോലും ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമാണ്. ആ നിലയ്ക്ക് ഈ ക്യാമ്പസിനകത്ത് കഞ്ചാവ് വേട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ വേട്ട നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണം. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കും എന്നുള്ള രീതിക്ക് പോലും കണ്ട് നല്ല രീതിക്ക് പോലീസിനോട് സഹകരിച്ച് ഈ ക്യാമ്പസിനകത്തുള്ള SFI ഈ ഏരിയക്കകത്തുള്ള SFI അടക്കം നിന്നിട്ടുണ്ട്. ഒരു സംശയം ചോദിക്കാനുള്ള, ഇപ്പൊ അഭിരാജായിട്ട് ആ മുറിയിൽ പോയപ്പോൾ അവിടെ പോലീസുകാർ ഇതുമായിട്ട് നിൽപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് കരുതുന്ന ഇത് ആ മുറിയിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല, ആരെങ്കിലും പ്ലാൻ ചെയ്തോ പ്ലേസ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. എന്റെ റൂം കണ്ടാൽ മനസ്സിലാവും. കാരണം പാർട്ടി പോലെയാണ് ഞാൻ ആ റൂം നോക്കുന്നത്. SFIയുടെ ഒരു പടമുണ്ട്. ഞാൻ SFI എന്ന് പറഞ്ഞോളം തൊട്ട് പുള്ളിക്ക് എൻ്റെ അടുത്തൊരു ദേഷ്യവും, നീ എന്നെ എന്തോ ചെയ്യും, നീ വലിയ യൂണിയൻ മെമ്പറാണോ, നീ വലിയ യൂണിറ്റ്, അങ്ങനത്തെ ഒരു സ്വരത്തിലാണ് പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങുന്നത്. ഞാൻ നീ ലഹരി ഉപയോഗിക്കുന്നുണ്ട് തന്നെ പറഞ്ഞു. നിന്നെ കണ്ടാ പറയല്ലോ നീ ലഹരി ഉപയോഗിക്കുന്നത്, അങ്ങനെ തന്നെ പറയുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, പോലീസ് പിടിയിലായിട്ടുള്ള 3 പേരും അല്ല അതിന് ബാക്കിയുള്ള ഈ ഓടിപ്പോയവരാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ? നിങ്ങൾ പോലീസ് ഇവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിനകത്ത് പോലീസിനെ കണ്ടതിന്റെ ഭാഗമായിട്ട് മഫ്റ്റിയിൽ കുറച്ച് പോലീസുകാർ വന്നിരുന്നു, അല്ലാതെ കാക്കിയിട്ടുകൊണ്ട് പോലീസുകാർ വന്നിരുന്നു. പോലീസിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ നിന്ന് പല വിദ്യാർത്ഥികളും, ഈ ആദിലും ഈ അനന്തവും അടക്കമുള്ള വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ പിടിക്കുന്നതിന് വേണ്ടി, അവരെവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല.
ഈ വിദ്യാർത്ഥികളാണ് ഇതിന്റെ പുറകിലുള്ളത്. അഭിരാജ് അടക്കമുള്ള വിദ്യാർത്ഥികൾ നിരപരാധികളാണ്. അഭിരാജിനോട് പോലീസ് മുറിയിൽ എത്തിയപ്പോൾ ഇത് എവിടെ നിന്ന് എടുത്തു എന്ന് വല്ലതും പറഞ്ഞു? അതായത് മുറി കയറി ഞങ്ങൾ ചോദിച്ചു എവിടെ നിന്ന് എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കടന്നതാന്നാ പറഞ്ഞത്. മറ്റോ വേറെ സാറുണ്ടായിരുന്നു. ആ സാറിന്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ബാഗിൽ നിന്നും ഉടുപ്പിന്ന് ഷർട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല, അവിടെ കടന്നതാന്നാ പറഞ്ഞത്. എല്ലാവരും. അപ്പൊ ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ 3 പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. ആകാശ്, അഭിരാജ്, പിന്നെ ആദിത്യൻ. ഇവർ 3 പേരുമല്ല. അപ്പൊ ആകാശ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരാളല്ല എന്ന് അഭിരാജ് പറയുന്നു, അഭിരാജ് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ പിടിയിലായിട്ടുള്ള 3 പേരുമല്ല ഇത് ഇവിടെ വെച്ചിട്ടുള്ളതെന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? പിടിയിലായ ഈ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതിനകത്ത് ഈ 2 കിലോ പിടിച്ച കേസിനകത്ത് ആ കേസിനകത്താണ് ആകാശ് പ്രതി. ആകാശ് അതിൽ 1-ാം പ്രതിയാണ്. ആ കേസിന്റെ ഭാഗമായിട്ട് പോലീസിന് കൃത്യമായിട്ട് ആകാശ് മൊഴി കൊടുത്തിട്ടുണ്ട്. ആദിലും അനന്തും എന്ന് പറയുന്ന KSU പ്രവർത്തകരായിട്ടുള്ളവർ, KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിട്ടുള്ള ആളുകളാണ് ഈ സാധനം ക്യാമ്പസിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ക്യാമ്പസിനകത്തും പുറത്തുമായിട്ട് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ 2 കിലോ ഒരുമിച്ച് വാങ്ങി വെക്കേണ്ട മറ്റൊരാവശ്യമില്ല. അങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അവർക്കെതിരെ കേസ് എടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. പോലീസ് അവരെവിടെയെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായി ആകാശിന്റെയും ഇവരുടെ മുറിയിൽ നിന്ന് പിടിച്ചു എന്ന് പറയപ്പെടുന്നത് 9.7 ഗ്രാം കഞ്ചാവാണ്. അതിന്റെ ഭാഗമായി ഇവരെ 2 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നു, അഭിരാജ് എന്ന് പറയുന്ന ഈ ക്യാമ്പസിനകത്ത് ഞങ്ങളുടെ പ്രവർത്തകനായിട്ടുള്ള SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അഭിരാജ് ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോയിട്ടില്ലാത്തൊരു വിദ്യാർത്ഥിയാണ്. അത്തരം പ്രവണതകളെ ചെറുത്തു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് അതിന്റെ മഹസറിൽ പോലും ഒപ്പുവെച്ചിട്ടുള്ളത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമാണ്. ഈ ക്യാമ്പസിലെന്നല്ല, കളമശ്ശേരിയിൽ എന്നല്ല, ഏത് നാടിനകത്തുള്ള ഏത് ക്യാമ്പസിനകത്തും ഏത് വിദ്യാർത്ഥികൾക്കിടയിലും ലഹരി മാഫിയയുടെ വളർച്ചയെ, അതിന്റെ വ്യാപൃതിയെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ SFI ചെറുക്കും. അത് ഒരു സംശയം, നേരത്തെ ഈ കോളേജിൽ തന്നെ ഇത്തരത്തിൽ ചെറിയ അളവിൽ ലഹരി കണ്ടെടുത്തിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ട് ഈ കോളേജിൽ നിന്നും മാത്രമല്ല പല ക്യാമ്പസുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും അതുപോലും കിട്ടുന്ന സാഹചര്യമുണ്ട്. ഞങ്ങൾക്ക് പോലും പലയിടങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, പൊതുമധ്യത്തിൽ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം കിട്ടുന്ന സാഹചര്യത്തിന് ഞങ്ങൾ പോലും കൃത്യമായിട്ട് വിദ്യാർത്ഥികളോട് കണ്ട് സംസാരിക്കുകയും അത് ചെയ്യരുതെന്ന് പറയുകയും പലപ്പോഴും പോലീസിന് പോലും ഞങ്ങൾ പോലും ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പസിൽ നിന്നല്ല എവിടെ നിന്ന് പിടിച്ചാലും അവർക്കെതിരെ കൃത്യമായിട്ട് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങളുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന ഒരു കേസാണ്. അത് ഇത്തരത്തിൽ നേരത്തെ ഇവിടെ ഇത്തരത്തിലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങൾ പറയുന്ന ഈ ഓടിപ്പോയ വിദ്യാർത്ഥികളാണ്, അതിന് മേലെ പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ ഇവിടെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ കാരണക്കാരായിട്ടുള്ള ആൾ ആരാണെന്നോ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്? ഇത്തരം ഒരു ഇൻവോൾവ്മെന്റ് ഈ ക്യാമ്പസിലുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ക്യാമ്പസിനകത്തും പൊതുവിലും തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടും അല്ലാതെ ക്യാമ്പസിനകത്ത് നടക്കുന്ന ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ KSU മദ്യവും മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ കൃത്യമായി ഇവരോട് KSU പ്രവർത്തകരോട് ചെയ്യരുതെന്ന് പറയും, പലപ്പോഴും പോലീസിന് വിവരം അറിയിക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് ഇത് ഉപയോഗിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നത് SFIയുടെ ഭാഗമായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിയമം കയ്യിലെടുത്ത് ഇത് തടഞ്ഞു നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും SFI തന്നെയായിരിക്കും പഴിയേക്കുന്നത്. നമ്മൾ എല്ലാ രീതിയിലും വിദ്യാർത്ഥികളോട് ഇത് ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അഭിരാജിനോട് മാത്രം ഒരു ചോദ്യം,